أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون. ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين. ومكروا ومكر الله والله خير الماكرين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരുമാറാകട്ടെ. സൂറത്ത് ആലി ഇംറാൻ അതിലെ 52, 53, 54 മൂന്നായത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ മൂന്നായത്തിൽ ചർച്ച ചെയ്യുന്നത്. അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് പ്രബോധനം ആരംഭിച്ചു. അള്ളാഹു ഏകനാണ് എന്നും അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും പരലോകത്തിനെ സംബന്ധിച്ചും പ്രബോധനം ആരംഭിച്ചു. പക്ഷേ തൻ്റെ നാട്ടുകാരായ ആളുകൾ എതിർക്കാൻ തുടങ്ങി. ശക്തമായി വിമർശനം വന്നു. വല്ലാതെ ഉപദ്രവങ്ങൾ തുടങ്ങി. പല കോണുകളിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജെറുസലേം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്രയായി. തൻ്റെ പ്രബോധന രംഗം അവിടെ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി അവിടുത്തെ ജനങ്ങളുടെ നിഷേധഭാവവും കുഫറും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ശക്തമായ എതിർപ്പും മെല്ലെ മെല്ലെ അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്റ, ആ നാട്ടിലെ ബനൂ ഇസ്രായേലിലെ ആളുകളുടെ നിഷേധഭാവം ബോധ്യപ്പെട്ടപ്പോൾ, അവരുടെ കുഫരിയത്ത് ബോധ്യപ്പെട്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനസമക്ഷം ചോദിച്ചു, ഖാല മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളിൽ ആരാണ് എന്നെ സഹായിക്കുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചു. എന്നോടൊപ്പം നിന്നുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചു. ഈ സമയത്ത് ഖാലൽ ഹവാരിയൂൻ, ഹവാരിയാക്കളായ ആളുകൾ പറഞ്ഞു, നഹ്നു അൻസ്വാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്, ഞങ്ങൾ അള്ളാഹുവിനെ ഈ വിഷയത്തിൽ സഹായിക്കാം. ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഹവാരിയാക്കളായ ആളുകൾ ബനൂ ഇസ്രായേലിൽ നിന്ന് വിശ്വാസി സമൂഹം രംഗത്തേക്ക് വരികയുണ്ടായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൻസാരികൾ
എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് അല്ല, ഹവാരിയാക്കൽ എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടത്, ഇവിടെ പറയപ്പെട്ടത് അള്ളാഹുവിലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലും വിശ്വസിച്ച ആളുകളാണ്. അള്ളാഹു ഏകനാണ് എന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സത്യദൂതനാണെന്നും യഥാർത്ഥ നിലയിൽ വിശ്വസിച്ച ആളുകളാണ്. പക്ഷേ ബൈബിള് പരിശോധിച്ചാൽ ഹവാരി എന്നൊരു പദം കാണില്ല. ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. എവിടെയും പ്രയോഗം അങ്ങനെയാണ്, ശിഷ്യന്മാർ എന്നാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരെന്നാണ്. ആ ശിഷ്യന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹവാരിയാക്കളാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഹവാരിയാക്കളാണ്. ഇതേ സംഭവം തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് ആരംഭിച്ചു. ഇവിടെ മക്കയിൽ വെച്ചിട്ട് ദഅവത്ത് ആരംഭിച്ചു. അതിനാദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്തത് ഹജ്ജിന്റെ സന്ദർഭങ്ങളാണ്. ഹജ്ജിന്റെ സന്ദർഭങ്ങൾ, ഹിജ്റയ്ക്ക് മുമ്പ് ഹജ്ജിന്റെ സന്ദർഭങ്ങളാണ് ഏറ്റവും കൂടുതൽ ദഅവത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ദഅവത്തിന് തിരഞ്ഞെടുത്തപ്പോൾ അറിഞ്ഞു മനസ്സിലാക്കി ഖുറൈശികൾ അവരുടെ ഉപദ്രവം ശക്തമാക്കി, കഠിനമാക്കി. വല്ലാത്ത ഉപദ്രവങ്ങൾ അവർ ഏൽപ്പിക്കാൻ തുടങ്ങി. ആരൊരുത്തരും സഹായിക്കാനില്ലാത്ത സന്ദർഭമുണ്ടായി മക്കയിൽ. അങ്ങനെ ഇരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ മദീനക്കാർ ആവൗ വനസറൂഹു വഹാജറ ഇലൈഹി. അല്ലാഹു അവരെ പറ്റിയാണ് പറഞ്ഞ ഖുർആനിനകത്ത്. വിശുദ്ധ കലാമിൽ അല്ലാഹു അവരെ പറ്റി, മദീനക്കാരെ പറ്റി പറഞ്ഞു. അവർ അഭയം കൊടുത്തു, മാത്രമല്ല പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമല്ല വഹാജറു ഇലൈഹിം, നബി തങ്ങളോടൊപ്പം ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ആളുകളെയും അവരെന്ത് ചെയ്തു? സഹായിക്കുകയും പിന്തുണയ്ക്കുകയും അഭയം കൊടുക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വ അർളാഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെടുകയും അവരെ പൊരുത്തപ്പെടുകയും അതുപോലെ തന്നെ അവർ അല്ലാഹുവിൽ തൃപ്തരാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൈസാബിന്റെ സമയത്ത് സഖ്യസംഘങ്ങൾ മുഴുവനും ചേർന്നുകൊണ്ട് റോമനും പേർഷ്യയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെതിരെ സംഘടിച്ച് സജ്ജരായി വന്നപ്പോൾ, അതിനാണ് അഹ്സാബ് എന്ന് പറയപ്പെടുന്നത്, ഖന്തഖ് യുദ്ധം എന്നും പറയപ്പെടുന്നു. ആ അഹ്സാബിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോട് ചേർന്ന് പിന്തുണച്ച് നബി തങ്ങളോടൊപ്പം വലിയ ധൈര്യവും കൊടുത്ത് കൂടെ നിന്ന ഒരു ഹവാരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി നബിയ്യിൻ ഹവാരിയുൻ, ഓരോ നബിമാർക്കും ഹവാരിയാക്കളുണ്ട്. ഓരോ നബിമാർക്കും ഒരു പ്രത്യേകമായ ഒരു സഹായിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹവാരി, എന്റെ ഹവാരി എന്ന് പറയുന്നത് സുബൈർ റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. ആ ഹവാരിയാക്കളായ ആളുകൾ അവർ പറഞ്ഞു, റബ്ബനാ ആമന്നാ ബിമാ അൻസൽത, ഏ അല്ലാഹ്, നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മാത്രമല്ല നീ ഞങ്ങളിലേക്ക് അവതരിപ്പിച്ച് തന്നതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വത്തബഅന റസൂല, ഞങ്ങളെ റസൂലിനെ പിന്തുടരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫക്തുബിനാ മഅശ്ശാഹിദീൻ, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ് എന്ന് അങ്ങ് സാക്ഷ്യം വഹിച്ചാലും. പക്ഷേ ഈ സന്ദർഭത്തിൽ ബനൂ ഇസ്രായേൽ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി, ഗൂഢതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിക്കാനുള്ള ഗൂഢാലോചനയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഒരേ കാലഘട്ടത്തിൽ രണ്ട് നബിമാരാണ്, ഒന്ന് യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറ്റൊരു സ്ഥലത്ത്. പക്ഷേ യഹ്യ നബിയെ അവർ കൊന്നുകളഞ്ഞു. യഹ്യ നബിയെ കൊന്നതുപോലെ ഈസാ നബിയെയും കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ ഗൂഢതന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചു.
എല്ലാ ഗൂഢതന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചു. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പെണ്ണിന് വേണ്ടി യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തല അറുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. തല അറുത്ത് മാറ്റി തല കൊണ്ടൊന്ന് കൊടുക്കുകയാണ് ചെയ്തത് ഒരു പെണ്ണിന്റെ മുന്നിൽ. അതിൽ ജുമായിക്ക് ആ സംഭവം ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ദീർഘമായൊരു സംഭവമാണ്. ഒരു പെണ്ണിന് വേണ്ടിയാണ് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലയെ അറുത്ത് കൊണ്ടുവന്ന് ആ സ്ത്രീക്ക് വേണ്ടി സ്ത്രീയുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി. അവസാനം ആ തലയോടൊപ്പം ആ സ്ത്രീയെയും തല രക്ഷപ്പെടുത്തുകയും ആ സ്ത്രീയെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയും ഉണ്ടായി. ദീർഘമായൊരു സംഭവമാണ്, പോട്ടെ. അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊന്നുകളയാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകളും ഗൂഢതന്ത്രങ്ങളും ബനൂ ഇസ്രായേലുകൾ ആവിഷ്കരിച്ചു. അല്ലാഹ് പറയുകയാണ്, അവർ ഒരു ഭാഗത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നുകളയുന്നതിന് വേണ്ടി ഗൂഢതന്ത്രങ്ങൾ പ്രയോഗിച്ചു. പക്ഷേ മറുഭാഗത്ത് അല്ലാഹുവും അവർക്കെതിരെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. തിരിച്ചറിഞ്ഞിട്ട് അല്ലാഹു അവർക്കെതിരെയും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. വല്ലാഹു ഖൈറുൽ മാകിരീൻ. മറ്റാരെക്കാളും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഏറ്റവും അത്യുത്തമൻ അല്ലാഹു മാത്രമാണ്. അവരെത്ര തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാലും അതിനെതിരെ ശക്തമായ തന്ത്രം ആവിഷ്കരിക്കാൻ കഴിവും കെൽപ്പുമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ എന്താ സംഭവിച്ചത്? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്തായിരുന്നു അള്ളാഹുവിന്റെ തന്ത്രം. അള്ളാഹു എങ്ങനെയാണ് തന്ത്രപരമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ കൊലക്കത്തിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് അള്ളാഹു തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു. അള്ളാഹു കേൾക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ റിസാലത്തിന്റെ നുബുവത്തിന്റെ പ്രബോധനത്തിന്റെ സഹായികളായി ആ കാലഘട്ടത്തിലെ വിശ്വാസി സമൂഹം. പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടത്തിൽ എന്താണ്? ആ പ്രവാചകന്മാരുടെ ദൗത്യം, അവർ ചെയ്തിരുന്ന ദൗത്യത്തിന്റെ സഹായികളായി മാറുക. ഇതിനാണ് ദഅവത്തിന്റെ പരിശ്രമം എന്ന് പറയപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞതാണ്. എല്ലാ പ്രവാചകന്മാരും ദഅവത്തിന്റെ പരിശ്രമം നടത്തിയവരാണ്. അതിന്റെ വിശ്വാസി സമൂഹം, അന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അതിന് പിന്തുണ കൊടുക്കുകയും ആ പ്രവാചകന്മാരോടൊപ്പം നിന്നുകൊണ്ട് ദഅവത്തിനെ സഹായിക്കുകയും ചെയ്തു. പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. പക്ഷേ അവർ ഈ ലോകത്ത് ചെയ്ത പ്രബോധന കാര്യം, റിസാലത്തിന്റെ പ്രവർത്തനം ഇന്നും നിൽക്കുകയാണ്, ഖിയാമത്ത് നാൾ വരെ നിൽക്കുകയാണ്. അപ്പൊ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണ്? അവർ ചെയ്തിരുന്ന ദഅവത്തിന്റെ സഹായികളായി മാറുക. അതാണ് അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സഹായികളായി മാറുക. നാം ഓരോരുത്തരും പ്രവാചകന്റെ ഹവാരിയായി മാറുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.